നമസ്കാരം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ ഡാം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട്ടിൽ പുതിയതായി അധികാരമേറ്റ തമിഴക വെട്രി കഴകം സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേരളത്തിന്റെ ദീർഘകാല ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള കടുത്ത പരാമർശമുള്ളത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുൻപുണ്ടായിരുന്ന ദ്രാവിഡ പാർട്ടികളുടെ അതേ കടുംപിടുത്തം തന്നെയാണ് പുതിയ വിജയ് സർക്കാരിനുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. തമിഴ്നാട് ഗവർണർ നിയമസഭയിൽ വായിച്ച സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെയും ജലലഭ്യതയും സംബന്ധിച്ച തമിഴ്നാടിന്റെ പരമ്പരാഗത നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ എല്ലാത്തരം ശ്രമങ്ങളെയും നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കുമെന്നാണ് നയപ്രഖ്യാപനത്തിലുള്ളത്. നിലവിലുള്ള അണക്കെട്ട് പൂർണ്ണ സുരക്ഷിതമാണെന്നും ബലപ്പെടുത്തലടക്കമുള്ള ആവശ്യമായ തുടർ അറ്റകുറ്റപ്പണികളുമായി തമിഴ്നാട് മുന്നോട്ടു പോകുമെന്നും സർക്കാർ സഭയെ അറിയിച്ചു. സഭയിലെ പുതിയ അംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ആരംഭിച്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുൻ ഭരണകക്ഷിയായ DMK-ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയുന്നതിൽ കടുത്ത പരാജയമാണ് ഉണ്ടായതെന്ന് പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. തമിഴ്നാട്ടിൽ സമീപകാലത്ത് കുറ്റകൃത്യങ്ങൾ വൻതോതിൽ പെരുകാൻ കാരണം ഈ ലഹരി ഒഴുക്കാണെന്നും ക്രമസമാധാന നില തകർത്ത മുൻ സർക്കാരിന്റെ നയങ്ങൾ തിരുത്തുമെന്നും വിജയ് സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. തമിഴക വെട്രി കഴകം ജാതിക്കും മതത്തിനും പണക്കൊഴുപ്പിനും അതീതമായ ജനകീയ പാർട്ടിയാണെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എടുത്തു പറഞ്ഞു. സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന ഭരണമായിരിക്കും ഇതെന്ന പ്രഖ്യാപനത്തോടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളായ തന്തൈ പെരിയാർ, പേരറിஞർ അണ്ണാദുരൈ എന്നിവരുടെയും ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും പേരുകൾ പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഇവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടായിരിക്കും പുതിയ സർക്കാരിന്റെ പ്രയാണമെന്നും പ്രസംഗത്തിൽ അടിവരയിട്ടു. വിദ്യാഭ്യാസ ഭാഷാ നയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് നയപ്രഖ്യാപനത്തിലുള്ളത്. തമിഴ്നാടിന്റെ പരമ്പരാഗത ദ്വിഭാഷാ നയം കർശനമായി തുടരും. ത്രിഭാഷാ നയം നടപ്പാക്കുന്നതുമായി കേന്ദ്ര ഫണ്ടുകളും വിഹിതങ്ങളും ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും വിജയ് സർക്കാർ പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിനെതിരായ ഈ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ ഗവർണർ സഭയിൽ പൂർണ്ണമായി വായിക്കുകയും ചെയ്തു. കേരളം, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുമായി നിലനിൽക്കുന്ന ജലതർക്കങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ മുൻപുണ്ടായിരുന്ന ദ്രാവിഡ പാർട്ടികളുടെ അതേ കർക്കശ നിലപാട് തന്നെയാണ് തങ്ങളും സ്വീകരിക്കുകയെന്ന് TVK സർക്കാർ വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ, കാവേരി തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരും. രാഷ്ട്രീയമായി മാറ്റങ്ങൾ വന്നാലും തമിഴ് ജനതയുടെ ജീവൽ പ്രശ്നങ്ങളിൽ സംസ്ഥാനത്തിന്റെ പൊതുനിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ വിജയ് നൽകുന്നത്. പതിവ് കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും പിന്തുടർന്നാണ് പുതിയ വിജയ് സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളന നടപടികൾ ആരംഭിച്ചത്. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാന ഗീതമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചു. തുടർന്ന് ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം ദേശീയ ഗാനവും ആലപിച്ചാണ് സഭ പിരിഞ്ഞത്.